ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ ജീതു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫ്ലാപ്പ് സർജറിയാണ്. ഫ്ലാപ്പ് സർജറി ആൻഡ് മ്യൂക്കോജിഞ്ചവൽ സർജറി പൾസിൽ സിംഗിൾ ചാപ്റ്ററായിട്ട് കിടക്കുന്നത്. പക്ഷേ രണ്ടും കുറച്ച് ഇൻഫർമേഷൻ കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ഫ്ലാപ്പ് സർജറി മാത്രം നോക്കാം. ഗോയിങ് ഇൻ ടു പ്രസൻറ്റേഷൻ. ഒരു സെക്ഷൻ ഓഫ് ജിഞ്ചേവ അല്ലെങ്കിൽ മ്യൂക്കോസ ദാറ്റ് ഈസ് എലിവേറ്റഡ് ടു ഹാവ് എ ബെറ്റർ വിഷ്വലൈസേഷൻ ഓഫ് ദി അണ്ടർലൈങ് റൂട്ട് സർഫസ്. അതാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ജിഞ്ചേവയുടെ ഒരു സെക്ഷനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് അണ്ടർലൈങ് റൂട്ട് സർഫസിലോട്ട് നമുക്ക് ബെറ്റർ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പോർഷനെയാണ് നമ്മൾ ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻസ് ഓഫ് ഫ്ലാപ്പ് രണ്ടെണ്ണമാണുള്ളത്. ഇമ്പയർഡ് ആക്സസ് ഫോർ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ്, നമുക്ക് സ്കെയിലിംഗ് റൂട്ട് പ്ലെയിനിങ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമതായിട്ട് പേഷ്യൻറ്റിന് സെൽഫ് പെർഫോംഡ് പ്ലാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ രണ്ട് കേസസ് ആണ് ബേസിക് ഇൻഡിക്കേഷൻ ഫോർ എ ഫ്ലാപ്പ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ക്ലിനീഷ്യനും നോൺ സർജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, സർജിക്കലായിട്ട് ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്യാം. ഇമ്പയർഡ് ആക്സസ് ഫോർ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് NSPT കൊണ്ട് പ്രോപ്പർ ഡിബ്രൈഡ്മെൻറ്റ് സാധിക്കുന്നില്ല. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ദ പോക്കറ്റ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് സർഫസ്, അല്ലെങ്കിൽ റൂട്ട് ഫിഷേഴ്സ്, കോൺകേവിറ്റീസ്, ഫെർക്കേഷൻ എന്തെങ്കിലും ഉണ്ടാവാം. അതിനെ റിലേറ്റ് ചെയ്തൊരു 5mm കോൺസെപ്റ്റ് ഉണ്ട്. 5mm കോൺസെപ്റ്റിൽ പറയുന്നത് വെയർഹോഗൻ കെഫെസെ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് പറയുന്നത് 5mm കൂടുതലുള്ള എല്ലാ പോക്കറ്റ്സും സർജറിക്ക് പോകണം. അവർക്ക് ആ മെഷറായിരുന്നു ഇമ്പോർട്ടൻറ്റ്. 5mm കൂടുതലുള്ള പോക്കറ്റ് ആണെങ്കിൽ സർജറി, 5mm താഴെയാണെങ്കിൽ സർജറി വേണ്ട, NSPT മതി. പക്ഷേ ബാഡേഴ്സ്റ്റൺ ആൻഡ് ലിൻഡെ പറയുന്നത് 5mm എന്ന് പറയുന്ന ഒരു മെഷർ അല്ല നമ്മൾ നോക്കേണ്ടത്. ഷാലോ പോക്കറ്റ്സ് ആണെങ്കിൽ പോലും 5mm ഡെപ്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആക്സസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാപ്പ് റേസ് ചെയ്യണം. അല്ലെങ്കിൽ ബാഡേഴ്സ്റ്റൺ ആൻഡ് ലിൻഡെ പറയുന്നത് മോർ ഡെപ്ത് ഉള്ള പോക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈസിലി ഡിബ്രൈഡബിൾ ആണെങ്കിൽ സർജറി വേണ്ട, ഇങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തത് ഇമ്പയർഡ് ആക്സസ് ഫോർ സെൽഫ് പെർഫോംഡ് പ്ലാക്ക് കൺട്രോൾ. പേഷ്യൻറ്റിന് പ്ലാക്ക് കൺട്രോൾ പോസിബിൾ അല്ല ഡ്യൂ ടു ഇറഗുലർ ബോണി കോൺടൂർസ്, ഡീപ്പ് ക്രേറ്റേഴ്സ്, ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ റൂട്ട് റിസെക്ഷൻ അല്ലെങ്കിൽ ഹെമി സെക്ഷൻ ചെയ്ത പല്ല്, ഡിസ്റ്റൽ ടു ലാസ്റ്റ് മോളാർ, മോഡറേറ്റ് ടു ഡീപ്പ് പോക്കറ്റ്സ് വിത്ത് പെർസിസ്റ്റൻറ്റ് ഇൻഫ്ലമേഷൻ. ഇത്രയും കണ്ടീഷൻസിൽ പേഷ്യൻറ്റിന് സെൽഫ് പെർഫോം പ്ലാക്ക് കൺട്രോൾ പറ്റില്ല, അതുകൊണ്ട് ഫ്ലാപ്പ് സർജറിക്ക് പോകണം. ഇത് പെരിഡോണ്ടൽ ഫ്ലാപ്പ് സർജറീസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഓൾ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പെർട്ടിക്കുലർ കണ്ടീഷൻസ് എല്ലാം ഓർത്ത് വെക്കണം. അടുത്തത് ക്രിട്ടിക്കൽ പ്രോബിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ക്രിട്ടിക്കൽ പ്രോബിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ദ പോക്കറ്റ് ഡെപ്ത് ബിലോ വിച്ച് ആൻ അറ്റാച്ച്മെൻറ്റ് ലോസ് വിൽ ഒക്കർ ഡ്യൂ ടു ദ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ പെർഫോംഡ്. ഒരു പെർട്ടിക്കുലർ പോക്കറ്റ് ഡെപ്തിന് താഴെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അറ്റാച്ച്മെൻറ്റ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രോബിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രിട്ടിക്കൽ പ്രോബിംഗ് ഡെപ്ത് ഓഫ് റൂട്ട് പ്ലെയിനിങ് ഇസ് 2.9 ± 0.3 എന്ന് പറഞ്ഞാൽ 2.9 അല്ലെങ്കിൽ +or-3 ഇട്ടിട്ട് നമ്മൾ ഒരു ഡെപ്ത് എടുത്തു. ആ ഡെപ്തിൽ താഴെയുള്ള പോക്കറ്റ്സിൽ നിങ്ങൾ റൂട്ട് പ്ലെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റൂട്ട് പ്ലെയിനിങ് ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ റിസൾട്ട് ഇൻ ആൻ അറ്റാച്ച്മെൻറ്റ് ലോസ്. ഈ 2.9 മുകളിലുള്ള പോക്കറ്റ്സിലാണ് നിങ്ങൾ റൂട്ട് പ്ലെയിനിങ് ചെയ്യേണ്ടത്. സിമിലർലി സർജറിയുടെ ക്രിട്ടിക്കൽ പ്രോബിംഗ് ഡെപ്ത് 4.2 ആണ് വിത്ത് +or-0.2. ഈ 4.2ന് മുകളിലുള്ള പോക്കറ്റ്സിലേ നിങ്ങൾ ഒരു സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് താഴെ നിങ്ങൾ സർജറി ചെയ്താൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് ലോസ്. ഇനി ഫ്ലാപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബോൺ എക്സ്പോഷർ ആഫ്റ്റർ ഫ്ലാപ്പ് റിഫ്ലക്ഷൻ. ഒരു ഫ്ലാപ്പിനെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ബോണിനെ കാണാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്ത് 3 ഫ്ലാപ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫുൾ തിക്നെസ്, സ്പ്ലിറ്റ് തിക്നെസ് ആൻഡ് കോമ്പിനേഷൻ. ഫുൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ മ്യൂക്കോ പെരിയോസ്റ്റിയൽ എന്ന് പറയും. മീനിങ് ടു സേ മ്യൂക്കോസയും പെരിയോസ്റ്റിയവും നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. എപ്പിത്തീലിയം, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് പെരിയോസ്റ്റിയം ആർ റിഫ്ലക്റ്റഡ് സോ ദാറ്റ് നമ്മൾ കാണുന്നത് ദ ബോൺ സർഫസ് പ്രോപ്പർ ആയിരിക്കും. അതിൻ്റെ ഇൻഡിക്കേഷൻ റിസെക്റ്റീവ് ഓഷ്യസ് സർജറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണിനെ റിസെക്റ്റ് ചെയ്യുകയോ ബോണിൽ റീഷേപ്പിംഗ് ആവശ്യമുള്ള കേസസിലാണ് നമ്മൾ ഒരു ഫുൾ തിക്നെസ് ഫ്ലാപ്പിനെ റേസ് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മ്യൂക്കോസൽ, ഇറ്റ് ഇസ് നോട്ട് മ്യൂക്കോ പെരിയോസ്റ്റിയൽ. അതായത് വി ആർ ലീവിംഗ് ബിഹൈൻഡ് ദ പെരിയോസ്റ്റിയം, വി ആർ റേസിംഗ് ദ എപ്പിത്തീലിയം ആൻഡ് എ പാർട്ട് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നിങ്ങൾ ഫ്ലാപ്പ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് പാർട്ട് ഓഫ് ദ മ്യൂക്കോസ ആയിരിക്കും. അണ്ടർലൈങ് പെരിയോസ്റ്റിയം ഇസ് ദെയർ ഓൺ ദ ബോൺ സർഫസ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് അപ്പൈക്കലി ഡിസ്പ്ലേസ്ഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ തിൻ ബോൺ മാർജിൻസ് ഉള്ള കേസസ്, ഫെനസ്ട്രേഷൻ, ഡെഹിസൻസ്. ഈ കേസസിലൊക്കെ നമ്മൾ പെരിയോസ്റ്റിയം കൂടെ റിഫ്ലക്റ്റ് ചെയ്താൽ ബോൺ റിസോർപ്ഷൻ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് തിക്നെസ് ഫ്ലാപ്പ് റേസ് ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കോമ്പിനേഷൻ. അതായത് ഒരു ഫ്ലാപ്പ് റേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചില പോർഷൻസിൽ നമ്മൾ പെരിയോസ്റ്റിയം എലിവേറ്റ് ചെയ്യുകയും ചില പോർഷൻസിൽ പെരിയോസ്റ്റിയം റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഇസ് കോമ്പിനേഷൻ. ഇനി ഫ്ലാപ്പ് പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ സർജറി ബേസ് ചെയ്ത് നമ്മൾ ഫ്ലാപ്സിനെ നോൺ ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോൺ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പം നമ്മൾ ഫ്ലാപ്പ് റേസ് ചെയ്തിട്ട് വെൻ വി ആർ ക്ലോസിങ് ഇറ്റ് ഇസ് നോട്ട് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറ്റിയാണ് നമ്മളതിനെ സ്യൂച്ചർ ചെയ്യുന്നത്. ആൻഡ് ഡിസ്പ്ലേസ്ഡ് ക്യാൻ ബി ലാറ്ററൽ, അപ്പൈക്കൽ ഓർ
coronal. അതാണ് ബേസ്ഡ് ഓൺ ഫ്ലാപ്പ് പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ സർജറി. നൗ ബേസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ഓഫ് ദ പാപ്പില്ല, 2 ടൈപ്പ് ഓഫ് ഫ്ലാപ്സ് ഉണ്ട്. കൺവെൻഷണൽ ഫ്ലാപ്പ് ആൻഡ് പാപ്പില്ല പ്രിസർവേഷൻ ഫ്ലാപ്പ്. കൺവെൻഷണൽ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർഡെൻ്റൽ പാപ്പിലയെ ഒരു ബക്കൽ പോർഷനും ഒരു പാലറ്റൽ പോർഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ പാപ്പില്ല പ്രിസർവേഷൻ ഫ്ലാപ്പിൽ നമ്മൾ ഈ പാപ്പിലെ ഏതെങ്കിലും ഒരു ഫ്ലാപ്പിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും, either along with the buccal flap or along with the lingual flap. അപ്പോൾ നമുക്ക് പാപ്പിലേനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കമ്മിങ് ടു ഇൻസിഷൻസ്. ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഇൻസിഷൻസ് ആണ് നമുക്കുള്ളത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഹൊറിസോണ്ടൽ മീൻസ് അലോങ് ദ ജിഞ്ചൈവൽ മാർജിൻ, ജിഞ്ചൈവൽ മാർജിൻ്റെ ഡയറക്ഷനിലിടുന്ന ഇൻസിഷൻസ് ആണ് ഹൊറിസോണ്ടൽ ഇൻസിഷൻസ്. ഹൊറിസോണ്ടൽ ഇൻസിഷൻ മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫ്ലാപ്പിനെ നമ്മൾ എൻവലപ്പ് ഫ്ലാപ്പ് എന്ന് പറയും. ഇനി 3 ബേസിക് ടൈപ്പ് ഓഫ് വെർട്ടിക്കൽ ഇൻസിഷൻസ് ആണ്: ഇന്റേണൽ ബിവൽ ഇൻസിഷൻ, ക്രെവിക്കുലർ ഇൻസിഷൻ ആൻഡ് ഇന്റർഡെന്റൽ ഇൻസിഷൻ. ഇന്റേണൽ ബിവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഗിവൺ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ജിഞ്ചൈവൽ മാർജിൻ ടു ദ ആൽവിയോലാർ ബോൺ ക്രെസ്റ്റ്. ക്രെവിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെവിസ് അല്ലെങ്കിൽ സൾക്കസിലാണ് നമ്മൾ, അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ പോക്കറ്റിലാണ് നമ്മൾ ഈ ഇൻസിഷൻ ഇടുന്നത്. ഇറ്റ് ഇസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ പോക്കറ്റ് ടു ദ ബോൺ മാർജിൻ. ഇന്റർഡെന്റൽ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് വി elevate the flap after giving the internal bevel and clavicular incision, കുറച്ച് ഫ്രീ ജിഞ്ചൈവ വിൽ ബി സെപ്പറേറ്റഡ്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസിഷനാണ് ഇന്റർഡെന്റൽ ഇൻസിഷൻ. ഈ ഫിഗറിൽ എൻവലപ്പ് ഫ്ലാപ്പ്, ട്രയാങ്കുലർ ഫ്ലാപ്പ് ആൻഡ് പെഡിക്കൽ ഫ്ലാപ്പ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ ഇൻസിഷൻ മാത്രം ഇടുന്ന, വെർട്ടിക്കൽ ഇൻസിഷൻ ഇല്ലാത്ത ഫ്ലാപ്പ് എലിവേഷനാണ് എൻവലപ്പ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ട്രയാങ്കുലർ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇൻസിഷൻ കൂടാതെ 1 വെർട്ടിക്കൽ ഇൻസിഷൻ ഇസ് ഗിവൻ. അപ്പോൾ വി ക്യാൻ സീ ദ ഔട്ട്ലൈൻ ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ. ഇനി 2 വെർട്ടിക്കൽ ഇൻസിഷൻ ഇടുവാണെങ്കിൽ നമ്മളതിനെ ഒരു പെഡിക്കൽ ഫ്ലാപ്പ് എന്ന് പറയും. പെഡിക്കൽ ഫ്ലാപ്പിനെ നമുക്ക് ഈസിലി ഡിസ്പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പെഡിക്കൽ ഫ്ലാപ്പ്. ഇന്റേണൽ ബിവൽ ഇൻസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് പുട്ട് അറ്റ് some distance from the gingival margin and directed towards the alveolar crest. അതിൻ്റെ 3 ഒബ്ജക്റ്റീവ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഇറ്റ് റിമൂവ്സ് ദ പോക്കറ്റ് ലൈനിങ്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഒരു ഇൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസീസ്ഡ് ആയിട്ടുള്ള പോക്കറ്റ് ലൈനിങ് അങ്ങ് പോവും. ദെൻ ഇറ്റ് കൺസേർവ്സ് ദ റിലേറ്റീവ്ലി അൺഇൻവോൾവ് ഔട്ടർ സർഫസ് ഓഫ് ദി ജിഞ്ചൈവ. ആ ഡിസീസ്ഡ് പോക്കറ്റ് നമ്മൾ കളയുമ്പോഴും ഔട്ടർ കെരാറ്റിനൈസ് ജിഞ്ചൈവയെ നമ്മൾ കൺസേർവ് ചെയ്യുവാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഷാർപ്പ് തിൻ ഫ്ലാപ്പ് മാർജിൻ ഫോർ അഡാപ്റ്റേഷൻ ടു ദ ബോൺ ടൂത്ത് ജംഗ്ഷൻ. ആ ബൾക്ക് ഓഫ് ദ ജിഞ്ചൈവ അങ്ങ് പോയിട്ട് ഒരു നമുക്ക് ഷാർപ്പ് ആൻഡ് തിൻ ഫ്ലാപ്പ് മാർജിൻ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇറ്റ് അഡാപ്റ്റ്സ് പ്രോപ്പർലി ടു ദ ബോൺ ആൻഡ് ടൂത്ത് ജംഗ്ഷൻ. ഇതാണ് ഇന്റേണൽ ബിവൽ ഇൻസിഷൻ്റെ അഡ്വാൻറ്റേജസ്. ഇന്റേണൽ ബിവൽ, ക്രെവിക്കുലർ ആൻഡ് ഇന്റർഡെന്റൽ ഇൻസിഷൻ നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? നിങ്ങൾ മോഡിഫൈഡ് വിഡ്മാൻ ഫ്ലാപ്പിൻ്റെ ഇൻസിഷൻസ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലാപ്പ് ഡിസൈൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിനൽ വിഡ്മാൻ ഫ്ലാപ്പ്. നമുക്ക് ഓരോന്നും ആരാണ് കണ്ടുപിടിച്ചത്, എപ്പോഴാണ് കണ്ടുപിടിച്ചത് ആൻഡ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കാം. ഒറിജിനൽ വിഡ്മാൻ ഫ്ലാപ്പ് തന്നത് ലിയോണാർഡ് വിഡ്മാൻ ആണ് ഇൻ 1980, വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്ലാപ്സ് വിച്ച് വാസ് എൻവിസേജ്ഡ്. ഇനി ഇതിന് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത് റാംഫോർഡ് ആൻഡ് നിസ്സിലാണ് ഇൻ 1974. അതിനെ നമ്മൾ മോഡിഫൈഡ് വിഡ്മാൻ ഫ്ലാപ്പ് അല്ലെങ്കിൽ ഓപ്പൺ ഫ്ലാപ്പ് ക്യൂററ്റാച്ച് എന്നും പറയും. മോഡിഫൈഡ് ഇൻ ദ സെൻസ് എന്താണ് അതിൻ്റെ മോഡിഫിക്കേഷൻ? ഇൻ ദിസ് ദ എക്സ്പോഷർ ഓഫ് ദ ഇന്റർഡെന്റൽ ബോൺ ആൻഡ് എലിമിനേഷൻ ഓഫ് ദ ഇൻട്രാബോണി ഡിഫക്റ്റ് ഇസ് നോട്ട് ക്യാരിഡ് ഔട്ട്. നമ്മൾ ബോണിനെ എക്സ്പോസ് ചെയ്യുകയോ ബോണിലൊരു റീകോണ്ടൂറിങ് നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല ഇൻ മോഡിഫൈഡ് വിഡ്മാൻ ഫ്ലാപ്പ്. ഈ ഒറിജിനൽ വിഡ്മാൻ്റെ മോഡിഫൈഡ് വിഡ്മാൻ്റെ ഇടയ്ക്ക് 1920 ന്യൂമാൻ ഫ്ലാപ്പ് എന്ന് പറഞ്ഞൊരു ഫ്ലാപ്പും കൂടി ഇറ്റ് കെയിം ഇൻ ടു ബീയിങ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ആണ് മോഡിഫൈഡ് വിഡ്മാൻ വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ ഇസ് അൺഡിസ്പ്ലേസ്ഡ് ഫ്ലാപ്പ്. അൺഡിസ്പ്ലേസ്ഡ് ഫ്ലാപ്പ് വാസ് ഗിവൺ ബൈ മോറിസ് ഇൻ 1965. ഇതിന് നമ്മൾ ഇന്റേണൽ ബിവൽ ജിഞ്ചൈവെക്ടമി എന്നും പറയും. കാരണം സോഫ്റ്റ് ടിഷ്യൂ പോക്കറ്റ് വോൾ ഇസ് റിമൂവ്ഡ് വിത്ത് ദ ഇനീഷ്യൽ ഇൻസിഷൻ. നമ്മൾ ഇന്റേണൽ ബിവൽ പോലത്തെ ഒരു ഇൻസിഷനാണ്, അതായത് സോഫ്റ്റ് ടിഷ്യൂ പോക്കറ്റ് വോൾ റിമൂവ്ഡ് ആവുന്നുണ്ട്. അതിന് നമ്മൾ ഇന്റേണൽ ബിവൽ ജിഞ്ചൈവെക്ടമി എന്നും പറയും. അൺഡിസ്പ്ലേസ്ഡ് ഫ്ലാപ്പിനെ സെയിം പൊസിഷനിലാണ് നമ്മളതിനെ റീസ്യൂച്ചർ ചെയ്യുന്നത്. അടുത്തത് മോഡിഫൈഡ് ഫ്ലാപ്പ് ഓപ്പറേഷൻ. ഇറ്റ് വാസ് ഗിവൺ ഇൻ 1931 ബൈ കിർക്ലാൻഡ്. മോഡിഫൈഡ് ഫ്ലാപ്പ് ഓപ്പറേഷനും ഒരു അൺഡിസ്പ്ലേസ്ഡ് ഫ്ലാപ്പ് പോലത്തെ ഒരു ഫ്ലാപ്പാണ്. അതിൽ നമ്മൾ സർക്കുലർ ഇൻസിഷൻ മാത്രം കൊടുത്ത് ഫ്ലാപ്പിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളതിനെ സെയിം പൊസിഷനിൽ സ്യൂച്ചർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് അപ്പൈക്കലി പൊസിഷൻഡ് ഫ്ലാപ്പ്. 1954 നെയ്ബേഴ്സ് അതിനെ റീപൊസിഷനിങ് ഓഫ് അറ്റാച്ച് ജിഞ്ചൈവ എന്ന് പറഞ്ഞു. 1962 ഫ്രീഡ്മാൻ ആണ് അതിനെ അപ്പൈക്കലി പൊസിഷൻഡ് ഫ്ലാപ്പ് എന്ന് കോയിൻ ചെയ്തത്. ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ഇൻസിഷൻ കൊടുക്കുന്നത് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ മ്യൂക്കോ ജിഞ്ചൈവൽ ജംഗ്ഷൻ, അതായത്
നമ്മളുടെ അറ്റാച്ച് ജിഞ്ചൈവനെ ക്രോസ് ചെയ്ത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ആൽവിയോലാർ മ്യൂക്കോസ വരെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഫ്ലാപ്പിനെ അപ്പൈക്കലി റീപൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കുള്ളത് ഡിസ്റ്റൽ വെഡ്ജ് പ്രൊസീജിയേഴ്സാണ്. ഡിസ്റ്റൽ വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൽ ടു ദ ലാസ്റ്റ് മോളാർ ഇൻഅക്സസിബിൾ ഏരിയ ആണ് അവിടെ നമ്മൾ ചെയ്യുന്ന ഫ്ലാപ്പ് പ്രൊസീജിയേഴ്സ്. ഇറ്റ് വാസ് ഗിവൺ ബൈ റോബിൻസൺ ഇൻ 1966. ഇനി പാലറ്റൽ ആസ്പെക്റ്റിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലാപ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് മോഡിഫൈഡ് പാർഷ്യൽ തിക്നെസ് ഫ്ലാപ്പ് ഇറ്റ് ഇസ് എവാലുവേറ്റഡ് ഓൺ ദ പാലറ്റൽ ആസ്പെക്ട് ഇസ് നോൺ ആസ് ലെഡ്ജ് ആൻഡ് വെഡ്ജ് ടെക്നിക്. ഇറ്റ് ഇസ് ലെഡ്ജ് ആൻഡ് വെഡ്ജ് ടെക്നിക്. നെക്സ്റ്റ് പാപ്പില പ്രിസർവേഷൻ ഫ്ലാപ്പ്. പാപ്പില പ്രിസർവേഷൻ ഫ്ലാപ്പ് തന്നത് ടെക്കായി എന്ന് പറയുന്ന ജാപ്പനീസ് സയൻറ്റിസ്റ്റാണ് 1985. ഫിഗറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ലിംഗ്വൽ ഓർ പാലറ്റൽ ആസ്പെക്റ്റിൽ നമ്മൾ ക്രെവിക്കുലർ ഇൻസിഷൻ ആണ് ഇടുന്നത് വിത്ത് സെമിലൂണാർ ഇൻസിഷൻ അക്രോസ് ദ ഇൻ്റർഡെൻ്റൽ ഏരിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാപ്പിലേനെ എലിവേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർഡെൻ്റൽ സ്പേസിൽ കൂടെ പുഷ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പുഷ് ചെയ്യും. സോ ദാറ്റ് വി ഡോണ്ട് സ്പ്ലിറ്റ് ദ പാപ്പില. After debridement, this papilla is brought back to the original position and sutured off there. ഇത്രയും സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫ്ലാപ്പ് ടെക്നിക്സ് ഉണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസ് കണ്ടാൽ ഇതിൽ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ അറിയും? ദർ ആർ സം ക്രൈറ്റീരിയാസ് ഫോർ സെലക്ഷൻ ഓഫ് സർജിക്കൽ പ്രൊസീജിയർ ഓർ പോക്കറ്റ് തെറാപ്പി. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് ഇൻ 4 areas, 4 zones. 4 zones ഉണ്ട്. Zone 1, 2, 3 and 4. Zone 1 is the soft tissue wall of the periodontal pocket. Zone 2 is the tooth surface. Zone 3 എന്ന് പറഞ്ഞാൽ bone and Zone 4 is the attached gingiva. 1 is soft tissue wall, 2 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടൂത്ത് സർഫസ്, പിന്നെ അതിൻ്റെ താഴോട്ട് ബോൺ, പിന്നെ ഉള്ളത് അറ്റാച്ച് ജിഞ്ചൈവ. ഓപ്ഷൻസിൽ സിമെൻറ്റും പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഒന്നും കണ്ടാൽ കൺഫ്യൂസ്ഡ് ആകരുത്. ദീസ് 4 are the 4 zones. That was for selection of a particular surgical technique. There are 3 critical zones to which we give treatment. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന 3 critical zones. 1 is root surface, 2 is granulomatous tissue of the defect and residual transeptal and periodontal fibers covering the bone, and 3 is the underlying bone. ഈ 3 സർഫസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്തിട്ട് റൂട്ട് സർഫസ്, ഗ്രാനുലോമാറ്റസ് ടിഷ്യൂ ഇൻസൈഡ് ദ ഡിഫെക്റ്റ് ആൻഡ് ദ അണ്ടർലൈങ് ബോൺ. ഇനി പഠിക്കാനുള്ളത് ഹീലിംഗ് ആഫ്റ്റർ ഫ്ലാപ്പ് സർജറിയാണ്. ഹീലിംഗ് ആഫ്റ്റർ ഫ്ലാപ്പ് സർജറിയിൽ ഇൻ 1 day, 1 to 3 days, 1 week and 2 weeks and 1 month, ഇത്രയും ടൈം ഡ്യൂറേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കണം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്യൂച്ചറിങ് എ ഫ്ലാപ്പ് എന്താ നമ്മൾ കാണുന്നത്? വി ക്യാൻ സീ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്നത് കാണാം. ഇൻ 1 to 3 days ആഫ്റ്റർ സർജറി നമ്മൾ പ്രോപ്പർലി അഡാപ്റ്റ് ചെയ്ത ഫ്ലാപ്പിൻ്റെ ഇടയിലുള്ള സ്പേസ് ബിറ്റ്വീൻ ദ ഫ്ലാപ്പ് ആൻഡ് ദ ടൂത്ത് വിൽ ബിക്കം തിന്നർ ആൻഡ് ദ എപ്പിത്തീലിയൽ സെൽസ് വിൽ സ്റ്റാർട്ട് മൈഗ്രേറ്റിംഗ് ഓവർ ദ ബോർഡർ ഓഫ് ദ ഫ്ലാപ്പ്. ഇത്രയും കാര്യം സംഭവിക്കുന്നുള്ളൂ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഫ്ലാപ്പ് ആൻഡ് ദ ടൂത്ത് സർഫസ് ഓർ ദ ബോൺ സർഫസ് ഇസ് ബിക്കമിങ് തിന്നർ. ആഫ്റ്റർ 1 week 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1, ജംഗ്ഷനിൽ എപ്പിത്തീലിയം ഫോം ചെയ്യും. 2, ഈ ബ്ലഡ് ക്ലോട്ട് ഇസ് റീപ്ലേസ്ഡ് ബൈ ഗ്രാനുലേഷൻ ടിഷ്യൂ. 2 weeks ആഫ്റ്റർ സർജറി കൊളാജൻ ഫൈബേഴ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ബട്ട് ദേ ആർ പാരലൽ ടു ദ ടൂത്ത് സർഫസ്. ക്ലിനിക്കലി നമ്മൾ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ അപ്പിയർ ഓൾമോസ്റ്റ് നോർമൽ. ഇനി 1 month ആഫ്റ്റർ സർജറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പിത്തീലിയത്തിലാണെങ്കിൽ ഫുള്ളി എപ്പിത്തീലിയൈസ്ഡ് ക്രിവിസ് നമുക്ക് കാണാൻ പറ്റും. കണക്റ്റീവ് ടിഷ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരുന്ന കൊളാജൻ ഫൈബേഴ്സ് എല്ലാം ഇപ്പോൾ ഫങ്ഷണൽ അറേഞ്ച്മെൻറ്റ് കാണിക്കും. ദർ ഇസ് ഫങ്ഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സൂപ്രാക്രിസ്റ്റൽ ഫൈബേഴ്സ്. സോ ഇമീഡിയറ്റ്ലി ബ്ലഡ് ക്ലോട്ട് കാണാൻ പറ്റും. 1 to 3 days എപ്പിത്തീലിയൽ സെല്ലിൻ്റെ മൈഗ്രേഷനും കാണാൻ പറ്റും. സ്പേസ് ബിറ്റ്വീൻ ഫ്ലാപ്പ് ആൻഡ് ടൂത്ത് തിന്നറായതായിട്ടും കാണാൻ പറ്റും. 1 week കഴിയുമ്പോൾ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ജംഗ്ഷൻ എപ്പിത്തീലിയവും ഗ്രാനുലേഷൻ ടിഷ്യൂവും. 2 weeks കഴിയുമ്പോൾ പാരലൽ കൊളാജൻ ഫൈബേഴ്സ്. 1 month കഴിയുമ്പോൾ ഫങ്ഷണൽ ഓറിയൻറ്റേഷൻ ഓഫ് ദി കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് ഫുള്ളി എപ്പിത്തീലിയലൈസ്ഡ് ക്രെവിസ്. നമ്മൾ ഫ്ലാപ്പ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ എയിം ചെയ്യുന്ന ഒരു കാര്യമാണ് റീജനറേഷൻ. ഈ റീജനറേഷൻ ബ്രോഡായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. നോൺ ഗ്രാഫ്റ്റ് അസോസിയേറ്റഡും ഗ്രാഫ്റ്റ് അസോസിയേറ്റഡും. എന്തെങ്കിലും ഒരു ഗ്രാഫ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഗ്രാഫ്റ്റ് അസോസിയേറ്റഡ്. ഫോർ എക്സാമ്പിൾ ബോൺ ഗ്രാഫ്റ്റ്സ്. നോൺ ഗ്രാഫ്റ്റ് അസോസിയേറ്റഡിൽ നമ്മൾ പ്രത്യേകിച്ച് ഗ്രാഫ് മെറ്റീരിയൽ ഒന്നും പ്ലേസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ടെക്നിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് GTR അല്ലെങ്കിൽ ഗൈഡഡ് ടിഷ്യൂ റീജനറേഷൻ. ദെൻ വി ഹാവ് ലെനാപ്പ്, ദാറ്റ് ഇസ് ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ. പിന്നെ റൂട്ട് ബയോ മോഡിഫിക്കേഷൻ. ഇതൊക്കെയാണ് നോൺ ഗ്രാഫ്റ്റ് അസോസിയേറ്റഡ് റീജനറേറ്റീവ് പ്രൊസീജിയേഴ്സ്. ഇനി ഗ്രാഫ്റ്റ്സിനെ പറ്റി ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. യു വിൽ ബി നോയിങ് ദീസ് ടേംസ്: ഓട്ടോഗ്രാഫ്റ്റ്, അല്ലോഗ്രാഫ്റ്റ് ആൻഡ് സീനോഗ്രാഫ്റ്റ്. ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഫ്രം ദ സെയിം ഇൻഡിവിജ്വൽ. ഓട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഓൺ എന്നാണ്. സോ ഇറ്റ് ഇസ് എ ബോൺ ഗ്രാഫ്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സെയിം ഇൻഡിവിജ്വൽ. അല്ലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം എ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ബട്ട് ഓഫ് ദ സെയിം സ്പീഷീസ്. വേറൊരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഫ്രം എ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ബട്ട് ഫ്രം ദ സെയിം സ്പീഷീസ്. ഇനി ഇതിനകത്ത് തന്നെ ഐസോഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഐസോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അല്ലോഗ്രാഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം എ ഐഡൻറ്റിക്കൽ ട്വിൻ. അപ്പോൾ അതിൻ്റെ ജനറ്റിക് മേക്കപ്പ് സിമിലർ ആയിട്ടുള്ള ഒരാളുടെ അടുത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി സീനോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം എ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉള്ളു. ഹ്യൂമൻ ബീയിങ്ങിനെ അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഓക്സിജൻ എടുക്കും, നമ്മൾ കാഫ് ബോൺ എടുക്കും, അങ്ങനെയൊക്കെ എടുക്കുന്നത് ദേ ആർ സീനോഗ്രാഫ്റ്റ്സ്. അടുത്തതായിട്ട് നമ്മളൊരു ഗ്രാഫ്റ്റ് മെറ്റീരിയൽ വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില പ്രോസസ്സസ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓസ്റ്റിയോജെനസിസ്, ഓസ്റ്റിയോ ഇൻഡക്ഷൻ, ഓസ്റ്റിയോ കണ്ടക്ഷൻ, ഓസ്റ്റിയോ പ്രൊമോഷൻ. ഇവരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓസ്റ്റിയോജെനസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ഗ്രാഫ്റ്റ് മെറ്റീരിയലിൻ്റെ അകത്ത് സെൽസ് ഓർ ഓസ്റ്റിയോബ്ലാസ്റ്റിക് സെൽസ് ആർ പ്രസൻറ്റ്. ഈ സെൽസാണ് ന്യൂ ബോണിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് ഉള്ള ഒരു ഗ്രാഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ വയ്ക്കുന്നത് ഇൻ ഓസ്റ്റിയോജെനസിസ്. ഓട്ടോഗ്രാഫ്സ് ഒക്കെ ഓസ്റ്റിയോജെനസിസ് ആണ് നമുക്ക് തരുന്നത്. ഇനി ഓസ്റ്റിയോ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഗ്രാഫ്റ്റ് മെറ്റീരിയലിൻ്റെ അകത്ത് ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻസ് പോലത്തെ മോളിക്യൂൾസ് ഉണ്ട്. ദിസ് ക്യാൻ കൺവേർട്ട് ദ നെയ്ബറിംഗ് സെൽസ് ഓഫ് ദ ഏരിയ ഇൻ ടു ഓസ്റ്റിയോബ്ലാസ്റ്റ്. എന്നിട്ട് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് ബോൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റ് മെറ്റീരിയലിൽ ഡയറക്റ്റ്ലി ഓസ്റ്റിയോബ്ലാസ്റ്റിക് സെൽസ് ഒന്നുമില്ല. അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ചില മോളിക്യൂൾസിന് നെയ്ബറിംഗ് സെൽസിനെ ഓസ്റ്റിയോബ്ലാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഓസ്റ്റിയോ കണ്ടക്ഷൻ. ഓസ്റ്റിയോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ജസ്റ്റ് ആക്ട്സ് ആസ് എ സ്കാഫോൾഡ്. ഈ സ്കാഫോൾഡിൻ്റെ അകത്തോട്ട് ഔട്ട്സൈഡ് സെൽസൊക്കെ പെനട്രേറ്റ് ചെയ്ത് വന്നിട്ട് ഇറ്റ് വിൽ ഫോം ന്യൂ ബോൺ. അപ്പോൾ ഒരു സ്കാഫോൾഡായിട്ട് മാത്രമാണ് ഓസ്റ്റിയോ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ആക്ട് ചെയ്യുന്നത്. നാലാമത്തത് ഓസ്റ്റിയോ പ്രൊമോട്ടീവ് മെറ്റീരിയൽസ്. ഓസ്റ്റിയോ പ്രൊമോട്ടീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓസ്റ്റിയോ ഇൻഡക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ കൂടെ നമ്മൾ അവരെ ഇടുമ്പോഴത്തേക്കും they will promote the osteoinductive capacity of the graft material. For example, enamel matrix proteins നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ പിഗ്ലെറ്റ്സിൻ്റെ അകത്തുനിന്ന് പിഗ്സിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്യുന്ന റീജനറേറ്റീവ് മെറ്റീരിയലാണ് ഇനാമൽ മെട്രിക്സ് പ്രോട്ടീൻസ്. ഇനാമൽ മെട്രിക്സ് പ്രോട്ടീൻസ് മെയിൻലി ഓസ്റ്റിയോ പ്രൊമോട്ടീവ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ആ വയ്ക്കുന്ന ഗ്രാഫ്റ്റിൻ്റെ അകത്തുള്ള ഓസ്റ്റിയോ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയെ എൻഹാൻസ് ചെയ്യുവാണ് എനാമൽ മെട്രിക്സ് പ്രോട്ടീൻസ് ചെയ്യുന്നത്. ഓട്ടോഗ്രാഫ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. വൺ ഇസ് ഓഷ്യസ് ക്വാഗുലം. ഓഷ്യസ് ക്വാഗുലം എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലഡ് ക്ലോട്ടിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് മനസ്സിലോട്ട് വരേണ്ടത്. സോ ഓഷ്യസ് ക്വാഗുലം എന്ന് പറഞ്ഞാൽ ഓഷ്യസ് മീൻസ് ബോൺ. അപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് ബോൺ ഡസ്റ്റും ബ്ലഡും ആണ് ഓഷ്യസ് ക്വാഗുലം. ഓക്കെ, ഓഷ്യസ് ക്വാഗുലം മീൻസ് മിക്സ്ചർ ഓഫ് ബോൺ ഡസ്റ്റ് ആൻഡ് ബ്ലഡ്. ഇനി ബോൺ ബ്ലെൻഡ് ടെക്നിക് എന്ന് പറഞ്ഞാൽ വി ഹാവ് ആൻ ഓട്ടോക്ലേവ്ഡ് പ്ലാസ്റ്റിക് ക്യാപ്സ്യൂൾ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പെസിലും അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ബോൺ റിമൂവ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് വെച്ച് ഒരു പെസിൽ വെച്ച് വി വർക്ക് ഇറ്റ് ലൈക്ക് ഇൻ ടു എ പ്ലാസ്റ്റിക് ലൈക്ക് മാസ്. എന്നിട്ട് ഇതിനെ നമ്മൾ പോണി ഡിഫെക്ട്സിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇതാണ് ബോൺ ബ്ലെൻഡ് ടെക്നിക്. ബേസിക്കലി ഒരു മോട്ടർ ആൻഡ് പെസിലിൻ്റെ അകത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെക്കുന്ന പോലത്തെ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ബോൺ ബ്ലെൻഡിങ് ടെക്നിക്. അടുത്തത് ക്യാൻസലസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ക്യാൻസലസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൽ ടു ദ ലാസ്റ്റ് മോളാർ നമ്മളൊരു ഇൻസിഷൻ ഇട്ടിട്ട് ബോൺ ഇസ് റിമൂവ്ഡ് വിത്ത് എ കർവ്ഡ് റോഞ്ചർ. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്യാൻസലസ് ബോൺ മാരോ ആണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബോൺ സ്വേജിങ് ടെക്നിക്. ബോൺ സ്വേജിങ് എന്ന് പറഞ്ഞാൽ ഒരു പെഡിക്കിൾ പോലെ നമ്മൾ ബോണിനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എൻ ഇഡൻചുലസ് ഏരിയ അഡ്ജസ്റ്റൻറ്റ് ടു ദ ഡിഫക്റ്റ്, നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ബോണിനെ പുഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ബോൺ ഡിഫക്റ്റ് ഉള്ള ഏരിയയിലോട്ട് ഇതിനെ വയ്ക്കും. ബട്ട് ദ ബേസ് ഓഫ് ദ ബോൺ ഷുഡ് നോട്ട് ബി ഫ്രാക്ചർഡ്. അപ്പോൾ അതിന് ബ്ലഡ് സപ്ലൈ ഡിറൈവ് ചെയ്യാനോ വയബിൾ ആയിട്ടിരിക്കാനോ പറ്റില്ല. വിതൗട്ട് ഫ്രാക്ചറിങ് ദ ബോൺ അറ്റ് ഇറ്റ്സ് ബേസ് വി ഹാവ് ടു ഡു ദിസ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത് നാലുമാണ് ഓട്ടോഗ്രാഫ്സിൽ ഓർത്ത് വയ്ക്കേണ്ടത്: ഓഷ്യസ് ക്വാഗുലം, ബോൺ ബ്ലെൻഡ് ടെക്നിക്, ക്യാൻസലസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്സ് ആൻഡ് ബോൺ സ്വേജിങ് ടെക്നിക്. ഓട്ടോഗ്രാഫ്സ് ഒരിക്കലും നമുക്കൊരു അലർജി ഒന്നും ഉണ്ടാക്കില്ല, കാരണം അത് നമ്മുടെ തന്നെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഗ്രാഫ്റ്റാണ്. പക്ഷേ അല്ലോഗ്രാഫ്സിനും സിഗ്നോഗ്രാഫ്സിനും ഒക്കെ ഒരു ആൻറ്റിജനിക് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടു റെഡ്യൂസ് ദിസ് ആൻറ്റിജനിക് പൊട്ടൻഷ്യൽ വി ക്യാൻ യൂസ് റേഡിയേഷൻ, ഫ്രീസിങ് ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. റേഡിയേഷൻ, ഫ്രീസിങ് ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇനി അല്ലോഗ്രാഫ്റ്റിൻ്റെ പറ്റി പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട രണ്ട് എക്സാമ്പിൾസ് FDBA ആൻഡ് DFDBA ആണ്. FDBA എന്ന് പറഞ്ഞാൽ ഫ്രീസ് ഡ്രൈഡ് ബോൺ അല്ലോഗ്രാഫ്റ്റ് ആണ്. DFDBA ഈസ് ഡീകാൽസിഫൈഡ് ഓർ ഡീമിനറലൈസ്ഡ് ഫ്രീസ് ഡ്രൈഡ് ബോൺ അല്ലോഗ്രാഫ്റ്റ്. FDBA is considered as osteoconductive. Osteoconductive എന്ന് പറഞ്ഞാൽ എന്താ, ആക്ടിങ് ജസ്റ്റ് ആസ് എ സ്കാഫോൾഡ്. വെയറാസ് DFDBA ഓസ്റ്റിയോ ഇൻഡക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ,
അതിൻ്റെ അകത്തുള്ള ചില മോളിക്യൂൾസിന് നെയിംലി ബോൺ മെട്രിക്സ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ BMPs ആണ് കേട്ടോ. ഈ ബോൺ മെട്രിക്സ് പ്രോട്ടീൻസിന് നെയ്ബറിങ് സെൽസിനെ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് ദിസ് ഓസ്റ്റിയോബ്ലാസ്റ്റ് വിൽ ഡെപ്പോസിറ്റ് ന്യൂ ബോൺ. നമ്മൾ ഡീമിനറലൈസ് ചെയ്യുമ്പോഴത്തേക്കും BMPs എക്സ്പോസ്ഡ് ആവും. അതുകൊണ്ടാണ് DFDBAക്ക് ഓസ്റ്റിയോ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇനി സീനോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഹ്യൂമൻ ബീയിങ്ങിൽ നിന്നല്ല എടുക്കുന്നത്. അത് കാഫ് ബോണിൽ നിന്ന് അല്ലെങ്കിൽ പിഗിൻ്റെ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ അങ്ങനെയൊക്കെ എടുക്കുന്ന ഗ്രാഫ്സാണ് സീനോഗ്രാഫ്സ്. ഓർത്തിരിക്കേണ്ട ഒരു പേര് ബോപ്ലാന്റ് ഇസ് കാഫ് ബോൺ വിച്ച് ഇസ് ട്രീറ്റഡ് ബൈ ഡിറ്റർജൻറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ഫ്രീസ് ഡ്രൈ ചെയ്ത ബോണാണ് ബോപ്ലാന്റ്. വൺ മോർ ഇസ് കീൽ ബോൺ എന്ന് പറഞ്ഞാൽ കാഫ് അല്ലെങ്കിൽ ഓക്സിൻ്റെ ബോണാണ്. ഇറ്റ് ഇസ് ഡീനാച്ചുറഡ് വിത്ത് 20% ഹൈഡ്രജൻ പെറോക്സൈഡ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ഡ്രൈഡ് വിത്ത് അസറ്റോൺ ആൻഡ് ദെൻ സ്റ്റെറിലൈസ്ഡ് വിത്ത് എത്തിലിൻ ഓക്സൈഡ്. പാസ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് പെറോക്സൈഡ്, അസറ്റോൺ ആൻഡ് സ്റ്റെറിലൈസേഷൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. കീൽ ബോണിൻ്റെ പ്രോസസ്സിംഗ് പാസ് എന്ന് ഓർത്താൽ മതി. പെറോക്സൈഡ്, അസറ്റോൺ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഇസ് ഡൺ വിത്ത് എത്തിലിൻ ഓക്സൈഡ്. ഇനി അനോർഗാനിക് ബോൺ എന്താ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഓൾ ദ ഓർഗാനിക് മെറ്റീരിയൽ ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ദിസ് ബൈ ദ മീൻസ് ഓഫ് എത്തിലിൻ ഡയമീൻ. ഓക്സ് ബോൺ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഓർഗാനിക് മെറ്റീരിയലെല്ലാം എത്തിലിൻ ഡയമീൻ വെച്ച് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് പെപ്ജൻ P15 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് മെറ്റീരിയൽ ഉണ്ട്. അതെന്താണ്? ബയോ-ഓസ് എന്ന് പറയുന്ന ഗ്രാഫ് മെറ്റീരിയലിൻ്റെ കൂടെ സെൽ ബൈൻഡിങ് പോളിപെപ്റ്റൈഡ് P15, നമ്മുടെ കൊളാജൻ്റെ അകത്തെ പ്രോട്ടീൻ സീക്വൻസിന് അനലോഗസ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ സീക്വൻസ് ആണ് ഈ P15 എന്ന് പറയുന്ന പോളിപെപ്റ്റൈഡ് സീക്വൻസ്. സോ ബയോ-ഓസ് എന്ന് പറയുന്ന ഗ്രാഫ് മെറ്റീരിയലിൻ്റെ അകത്ത് സെൽ ബൈൻഡിങ് പോളിപെപ്റ്റൈഡ് P15 ഇട്ട് ഉണ്ടാക്കുന്നതാണ് പെപ്ജൻ P15 എന്ന് പറയുന്ന ഗ്രാഫ് മെറ്റീരിയൽ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലാപ്സിനെ പറ്റിയും പിന്നെ റീജനറേഷനെ പറ്റി ബ്രീഫായിട്ടും ഒക്കെ നമ്മളിപ്പോൾ നോക്കി. ഇനിയും ഈ സർജറിയിൽ ഫ്ലാപ്പ് സർജറീസ് മാത്രമല്ല മ്യൂക്കോജിഞ്ചവൽ സർജറീസ് എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾ ഫ്ലാപ്പ് ഒന്ന് നോക്കി തറവാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മ്യൂക്കോജിഞ്ചവൽ സർജറീസ് നോക്കാം. ഓക്കെ, താങ്ക് യു.